അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും എത്രത്തോളം ആയുസ്സുണ്ട് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ബന്ധം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീണിപ്പിക്കാൻ പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വം നടത്തിയ തീവ്ര ശ്രമങ്ങൾ ഒടുവിൽ വലിയൊരു തിരിച്ചടിയായി പരിണമിച്ചിരിക്കുകയാണ്. ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുക വരെ ചെയ്ത പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനും സംഘത്തിനും ഒടുവിൽ ട്രംപ് ഭരണകൂടം നൽകിയ സമ്മാനം 75 രാജ്യങ്ങൾക്കൊപ്പം പാകിസ്ഥാനെയും ഉൾപ്പെടുത്തിയ വിസ നിരോധനമാണ്. ഒരു വശത്ത് ട്രംപിന്റെ കമ്പനിയുമായി ക്രിപ്റ്റോ മൈനിംഗ് കരാറുകളിൽ ഒപ്പിടുകയും മറുവശത്ത് അതേ ഭരണകൂടത്തിൽ നിന്ന് അപമാനം നേരിടേണ്ടി വരികയും ചെയ്യുന്ന പാകിസ്ഥാന്റെ അവസ്ഥ രണ്ട് വശമുള്ള ഒരു നാണയം പോലെ വിചിത്രമാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വം കണ്ടത് വലിയൊരു അവസരമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന് അസീം മുനീറിനെ ട്രംപ് ഒരിക്കൽ വിശേഷിപ്പിച്ചത് പാകിസ്ഥാന്റെ തന്ത്രപരമായ വിജയമായി ഇസ്ലാമാബാദ് ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി ട്രംപിനെ ലോകവേദിയിൽ ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കാനുമായി സമാധാന നൊബേൽ പുരസ്കാരത്തിന് പാകിസ്ഥാൻ അദ്ദേഹത്തെ നിർദ്ദേശിച്ചു. അമേരിക്കൻ നയതന്ത്രത്തിൽ പാകിസ്ഥാന് ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുമെന്ന അന്ധമായ വിശ്വാസമായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. എന്നാൽ നയതന്ത്രം എന്നത് കേവലം വ്യക്തിപരമായ പ്രശംസകൾക്ക് അപ്പുറമാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പുറത്തിറക്കിയ പട്ടിക തെളിയിക്കുന്നു. പാകിസ്ഥാനെ വിസ നിരോധനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലൂടെ അമേരിക്കയുടെ വിദേശ നയ മുൻഗണനകളിൽ പാകിസ്ഥാൻ എത്രത്തോളം താഴെയാണെന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കി. ട്രംപിനെ പുകഴ്ത്താൻ മത്സരിച്ചവർക്ക് ഇപ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുകയാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, പാകിസ്ഥാൻ ISI തലവനും സൈനിക മേധാവിയും ട്രംപിന്റെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി ക്രിപ്റ്റോ മൈനിംഗ് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ട അതേ ദിവസം തന്നെയാണ് വിസ നിരോധന വാർത്തയും പുറത്തുവന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ വ്യക്തിപരമായ ബിസിനസ് താൽപ്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം കരുതിയത്. ഒരു സ്വകാര്യ ബിസിനസ് കരാർ ഒപ്പിടുന്നതും ഒരു രാജ്യത്തിന്റെ നയതന്ത്ര തീരുമാനവും രണ്ട് തലത്തിലാണെന്ന പ്രാഥമിക പാഠം പാകിസ്ഥാൻ നേതൃത്വം മറന്നുപോയി. വിദേശ നയ വിദഗ്ധൻ ഹുസൈൻ നദീം നിരീക്ഷിക്കുന്നത് പോലെ അമേരിക്കൻ ഭരണകൂടം പാകിസ്ഥാനെ കാണുന്നത് ലോകത്തെ ഏറ്റവും പ്രശ്നബാധിതവും അപകടകരവുമായ രാജ്യങ്ങളുടെ ഗണത്തിലാണ്. ബിസിനസ് കരാറുകൾ കൊണ്ട് മറികടക്കാൻ കഴിയുന്ന ഒന്നല്ല അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള ഈ ആഴത്തിലുള്ള അവിശ്വാസം. ഈ നയതന്ത്ര പരാജയങ്ങൾക്കിടയിലും പാകിസ്ഥാൻ സർക്കാർ സ്വന്തം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പാസ്പോർട്ട് റാങ്കിംഗ് 126-ൽ നിന്ന് 98-ലേക്ക് ഉയർന്നുവെന്ന ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വിയുടെ പ്രസ്താവന ഇതിനുദാഹരണമാണ്. എന്നാൽ സത്യം അതിന് വിപരീതമായിരുന്നു. പ്രമുഖ പത്രപ്രവർത്തകനായ ബേനസീർ ഷായും അനലിസ്റ്റ് ഹുസൈൻ ഹഖാനിയും ഈ അവകാശവാദത്തെ ഉടൻ തന്നെ പൊളിച്ചടുക്കി. വാസ്തവത്തിൽ മറ്റ് രാജ്യങ്ങളുടെ റാങ്കിങ്ങിലുണ്ടായ മാറ്റം കൊണ്ട് മാത്രം പാകിസ്ഥാന്റെ സ്ഥാനം സാങ്കേതികമായി മാറിയതാണ്. 2025-ൽ 33 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാമായിരുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് 2026-ൽ അത് 31 രാജ്യങ്ങളായി ചുരുങ്ങി. അതായത് ലോകത്തെ ഏറ്റവും മോശം 5 പാസ്പോർട്ടുകളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ പാകിസ്ഥാൻ പൗരന്മാർ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ പരിഹാസവുമായാണ് രംഗത്തെത്തിയത്. എല്ലാം നൽകി പ്രീതിപ്പെടുത്തിയിട്ടും നമുക്ക് ലഭിച്ചത് നിരോധന പട്ടികയിലെ ഇടം മാത്രമാണോ എന്ന ചോദ്യം എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉയരുകയാണ്. ഇന്ത്യക്ക് നിരോധനമില്ലാത്തതും പാകിസ്ഥാന് മാത്രം വിലക്കേർപ്പെടുത്തിയതും അസീം മുനീറിന്റെ തന്ത്രപരമായ പരാജയമായി ജനങ്ങൾ വിലയിരുത്തുന്നു. ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ പാകിസ്ഥാൻ പാസ്പോർട്ട് കാണിക്കുമ്പോൾ അത് ശക്തമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുമെന്ന് അവകാശപ്പെട്ട വാർത്താ വിതരണ മന്ത്രി അതാഉള്ള തരാറിനെതിരെയും വലിയ ട്രോളുകൾ ഉയർന്നു. നമ്മുടെ പാസ്പോർട്ട് അധികം ശക്തിപ്പെട്ടു പോയി, അതുകൊണ്ടാകാം ആരും വിസ തരാത്തത് എന്നാണ് പരിഹാസങ്ങൾ. പല സാധാരണക്കാരായ പാകിസ്ഥാനികൾക്കും അമേരിക്കൻ വിസ എന്നത് ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ഏക വഴിയായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് മേലാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രതിസന്ധി കേവലം ഒരു വിസ പ്രശ്നം മാത്രമല്ല, അത് ആ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പാപ്പരത്തമാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയിലെ മാറിയ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന അമിതമായ ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക ഭരണകൂടം എത്രത്തോളം നിസ്സഹായാവസ്ഥയിലാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ വിലപേശൽ ശേഷി എത്രത്തോളം കുറഞ്ഞുവെന്നും ഈ സംഭവം അടിവരയിടുന്നു. അമേരിക്കൻ വിദേശ നയത്തിൽ പാകിസ്ഥാന് പണ്ടുണ്ടായിരുന്ന പ്രസക്തി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റത്തിന് ശേഷം പാകിസ്ഥാന്റെ തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഭീകരവാദം, സാമ്പത്തിക അസ്ഥിരത, ചൈനയുമായുള്ള അമിതമായ അടുപ്പം എന്നിവ പാകിസ്ഥാനെ അമേരിക്കയുടെ സംശയ മുനയിൽ നിർത്തുകയാണ്.
ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകാലം പാകിസ്ഥാന് അത്ര സുഖകരമായിരിക്കില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഈ വിസ നിരോധനം. പട്ടാള മേധാവികൾ ഒപ്പിടുന്ന ബിസിനസ് കരാറുകളോ രാഷ്ട്രീയക്കാർ നടത്തുന്ന വാചക കസർത്തുകളോ കൊണ്ട് മാറുന്നതല്ല ഒരു രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പദവി. അത് ആ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ കരുത്തിനെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ആശ്രയിച്ചിരിക്കും. പാകിസ്ഥാൻ നേതൃത്വം ഈ സത്യം തിരിച്ചറിയുന്നതുവരെ ലോകവേദികളിൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ അവർക്ക് തുടർക്കഥയാകും. അയൽ രാജ്യങ്ങൾ ബഹിരാകാശത്തേക്കും സാമ്പത്തിക കുതിപ്പിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വന്തം പൗരന്മാർക്ക് അന്തസ്സോടെ യാത്ര ചെയ്യാനുള്ള ഒരു പാസ്പോർട്ട് പോലും നൽകാൻ കഴിയാത്ത അവസ്ഥ ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാന് വലിയ ആത്മപരിശോധന ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.